അതുകൊണ്ടാണോ ഈ ജന്മത്തിൽ ഭഗവാൻ ഇത്രയും പ്രശ്നങ്ങൾ കൊടുക്കുമ്പോഴാണ് ഭഗവാൻ ഭക്തന്മാർക്ക് ഉപകാരമാണെന്ന് കാണിക്കുന്നത്. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്യാതെ കാര്യമാക്കുന്നത് അതുകൊണ്ട് പാണ്ഡവന്റെ കഥ അറിയാം. പാണ്ഡവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. അപ്പം എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് എനിക്കൊരാൾ ഡിസൈൻ ചെയ്ത് തന്നതാണ്. എൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടിപൊളി കോസ്റ്റ്യൂം കേട്ടോ. ധാവണി സെറ്റ്. അപ്പം ഇനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം ഫസ്റ്റ് അമ്പലത്തിലേക്ക് പോകാൻ. എന്നിട്ട് പല 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 സ്ഥലത്തും പോകാനുണ്ട്. എവിടെയൊക്കെയാണെന്നുള്ള വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ഇനി എന്താ പറയാനുണ്ടോ, സർപ്രൈസ് ആയിട്ടിരുന്ന് കണ്ടോളൂ ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈവനിങ് നേരെ പത്തനംതിട്ട. അതെന്തിനാന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. രണ്ടെണ്ണം എടുക്കാം. ആദ്യം ഒന്നെടുത്ത് കഴിച്ചു നോക്കിയിട്ട് അടുത്തതെടുക്കാം. ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നല്ല, ഞാൻ തന്നെ എന്റെ ഫുഡ് കൺട്രോൾ ചെയ്യാണ്. കടലക്കറി നല്ല ചിക്കൻ കറി വേണ്ട, ഞാൻ അമ്പലത്തിൽ പോവുകയല്ലേ, അതുകൊണ്ട് വേണ്ട. അമ്പലത്തിനകത്ത് കയറുന്നുണ്ടോ? ഇല്ല, കേറുന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഏതമ്പലത്തില്? അച്ചാറൊന്നിട്ടോ. മാങ്ങ കൊടുത്തോ? മോള് കഴിച്ചോ? അങ്കിളിനെ കൂട്ടാണ് കഴിച്ച്. തുറന്നു. ഇവിടെ നമുക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു വരുന്നില്ല, കുഴിച്ചിട്ടൊക്കത്താ. കുത്തിക്കോ. വന്നു അടിപൊളി വെള്ളപ്പം കടലക്കറി. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ നേരം. ഞാൻ 9 മണിയൊക്കെ ആകുമ്പോ കഴിക്കുമെന്ന് വിചാരിച്ചു. കൊള്ളില്ല. കിട്ടിയതായാലും കൊള്ളില്ല. അമ്മ ഉണ്ടാക്കലേക്കുള്ള സൂപ്പർ അച്ചാറ് ലോഞ്ചിങ് വരുന്നുണ്ട്. അപ്പം അതൊന്ന് കഴിക്കട്ടെ. ടാറ്റാ. അത് കഴിച്ചിക്കോ? ആത്തച്ചക്ക. ഞങ്ങൾ ആത്തച്ചക്കാന്ന് പറയും. അമൃതങ്കായോ? ഇവിടെ ആത്തച്ചക്കക്ക് ഇവിടെ അമൃതങ്കായ. ലഡു. സീതപ്പഴം. ഇവിടത്തെ ഇത് ഇവിടെ പറയുന്നത് ഇതെന്ന് വെച്ചാൽ അമൃതങ്കായ വെച്ചാൽ സീത, അതായത് രാമനും സീതയിലെ അവര് ഇത് കഴിച്ചിരുന്നത് അമൃതിന്റെ കായാണിത്. ഇത് ദേവലോകത്ത് ഉണ്ടായ പഴം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അമൃതങ്കായ എന്ന് പറയുന്നത്. അമൃതങ്കായ അത് ഫസ്റ്റ് അനുഭവമാണ്. ഞങ്ങൾ ആത്തച്ചക്ക എന്ന് പറയും, ഇവിടെ അമൃതങ്കായ എന്ന് പറയും. ചിലര് കുറ്റിച്ചക്ക എന്ന് പറയും, ചിലര് എന്തെങ്കിലും പടർന്നുപോയി. സീതപ്പഴം അല്ല, സീതപ്പഴം മറ്റേതല്ലേ, ആത്തച്ചക്ക മറ്റേ എൻ്റെ കൊയിലാണ്ടിക്ക് എന്തെങ്കിലും പറയുന്നത് മറന്നുപോയി. അങ്ങനെ കുറേ പേരുണ്ട്. പേര് പറഞ്ഞു എന്നോട് മറന്നുപോയി.
കഥാസംഭവം. ഊഞ്ഞാല ഊഞ്ഞാല. കൊയിലാണ്ടിക്ക് ദീനാമ്പയം, ആത്തച്ചക്ക, സീതപ്പഴം, അല്ല സീതപ്പഴല്ല, മറ്റേ അയ്യോ മറ്റേ പേരെന്നോട് മറന്നുപോയി. ഞാൻ കൊയിലാണ്ടിക്ക് ദൈനാമ്പയം എന്ന് പറയും, ഇവിടെ അമൃതം പറയും. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേര് എന്തല്ലേ. ലിപ് ലൈനർ ഇട്ടത് ഓക്കെ. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. ലീലാമണി അങ്ങനെ ദേ ഫസ്റ്റ് ടെമ്പിളിലേക്ക് പോവാണ്. എന്താ ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രം കണ്ണൻ്റെ അമ്പലത്തിലേക്ക് തന്നെയാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടെ ജാതി മതഭേദമന്യേ എന്നൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് അവിടെ പോയി നോക്കിയതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ അമ്പലത്തിലേക്കുള്ള പോക്കാണ്, കൃഷ്ണനെ കാണാൻ, കണ്ണനെ കാണാൻ. അപ്പോൾ എനിക്ക് അവിടെ ചേച്ചി ഫോട്ടോ അയച്ചു തന്നതിൽ നമ്മൾ ദ്വാരകയിലൊക്കെ ഉള്ള പോലത്തെ കണ്ണൻ്റെയും രാധൻ്റെയും ഒക്കെ പോലത്തെ ആ ഒരു വിഗ്രഹമൊക്കെ കണ്ടത്. നമ്മളെ നാട്ടിൽ ഉള്ളതും അതും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. കണ്ണനെ കൊണ്ടുപോയത് അടിപൊളി. ഇതുവരെ കൊണ്ടുപോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇന്നലെ പോയതാ. ഏത് പത്മനാഭ സ്വാമിയിലെ ഇമ്മാരി സ്വീകരണം കണ്ണന് കിട്ടി. എന്ത് സ്നേഹമാണ് നടന്ന ആൾക്കാർക്കൊക്കെ. ഞാൻ ചിന്തിച്ചിരിക്കും ഓരോ അമ്പലത്തിലുള്ള ആൾക്കാരെ ക്യാരക്ടർ. ചില അമ്പലത്തിലുള്ള ആൾക്കാർ ഒരു സമയത്ത് എന്നെ വിളിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ച ആൾക്കാർക്ക് പിന്നീട് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ചെല്ലരുത് എന്ന് പറഞ്ഞ അമ്പലക്കാർ വരെ ഉണ്ട് കേട്ടോ. ആ ഡീറ്റെയിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെ മറന്ന് മനുഷ്യർ ചെയ്ത ദൈവം തന്നെ അതിനുള്ള മറുപടി കൊടുക്കും. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ഈ അടുത്ത് കേൾക്കാം. ഏതായാലും ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പങ്കുവെക്കാം കേട്ടോ. നിയമസഭ വന്നിട്ടുണ്ട്. ഡബിൾ ഡെക്ക് ബസ് ഇതൊക്കെ എടുക്കും. ഡബിൾ ഡെക്ക് ബസ് ഓണാക്കി ഇന്നലത്തെ മാതിരി നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ് ഇവിടെ ഭയങ്കര പുള്ളിയാട്ടോ. നല്ല ലൈറ്റൊക്കെ ഉള്ളപ്പോൾ എടുത്തില്ല, ലൈറ്റ് ഇല്ലാത്തപ്പോൾ എടുത്ത്. ഞാൻ തിരുവനന്തപുരം സ്റ്റേഡിയം കേട്ടോ, ഇവിടുന്ന് ക്രിക്കറ്റ് ഉണ്ടാകുക. സ്റ്റേഡിയം കണ്ടില്ല പറയണ്ട. ഇവിടെ വന്ന ഓർമ്മ ഉണ്ടോ ജയ്സ്മോക്ക്? ഓർമ്മ ഉണ്ടോ? അങ്ങനെ ദേ ഇവിടെ എത്തിയപ്പം കൃഷ്ണനും ബലരാമനോടി ആയിട്ടുള്ള ഒരു ഇതാട്ടോ എനിക്ക് തന്നത്. ദേ അതിൻ്റെ ബേക്കിൽ കലണ്ടർ ഉണ്ട്. ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം.
പാദം അത് പാദം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ അതേപോലെ ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ നാലങ്ങോട്ടായിരിക്കും. ഭഗവാന്റെ മുഖത്തേക്കായി അറിയില്ലായിരുന്നു പറഞ്ഞത്. താങ്ക്സ്. മനസ്സിലായോ? കൃഷ്ണന്റെ ഫോട്ടോയിട്ട് വരച്ച് കൊടുക്കുന്നു. മനസ്സിലൊക്കെ ഇത് നമ്മളത് പോയാൽ വിവാദമായി ഇങ്ങനെ കൃഷ്ണൻ ഭയങ്കര ഭക്തിയാണ്. കൃഷ്ണൻ നമ്മുടെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാൻ വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ചേച്ചി പറഞ്ഞ എവിടെയെങ്കിലും കണ്ണൂർ വെള്ളകെട്ടാങ്ങളുണ്ട്. എനിക്ക് ബലറാം സംബന്ധിച്ച സ്ഥലമാണ്. വർഷത്തിൽ കാണിച്ച് കുരിശൊക്കെ ഇവിടെ തന്നത് രണ്ടുപേരും ഇവിടെ അതേ അറിയാം. കുരിശൊക്കെ രണ്ടുപേരും ഇവിടെ അത് രണ്ടുപേരും ഇവിടെ സന്ദർശിച്ചതായിട്ട് കന്യാകുമാരിയെ സന്ദർശിച്ച് ഗൗരാവിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നിട്ടുണ്ട് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണ ബലറാം ക്ഷേത്രം ഇങ്ങനെ
ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞാൻ ഇതുവരെ വരയ്ക്കുന്നത് കുഞ്ഞി കണ്ണന്മാരെയാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് മുതിർന്ന ആളല്ലേ, ഞാൻ വരയ്ക്കുന്നത് കുട്ടിക്കണ്ണനാണ്. അപ്പൊ മുതിർന്ന കണ്ണനെ വരയ്ക്കുമ്പോൾ കണ്ണന്റെ കൂടെ ഒരു രാധനയും കൂടി വരച്ചിട്ട് വൃന്ദാവനത്തിൽ പോകുന്ന ഒരു ആഗ്രഹം. രണ്ട് പാസ്റ്റ് ടൈം രാധയും കൃഷ്ണൻ തമ്മിലുള്ള പാസ്റ്റ് ടൈംസ് ലീല വേറെ, ബലറാം കൃഷ്ണൻ തമ്മിലുള്ള ഇസ്കോൺ ടെമ്പിൾ ഉണ്ടാവില്ല. അതായത് രാമൻഡിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്കോണിൻ്റെ ടെമ്പിളുണ്ട്. അവിടെ കൃഷ്ണൻ ബലറാം കഴിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇസ്കോൺ ടെമ്പിൾ. ഇല്ല, എനിക്ക് കൃഷ്ണനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ഇങ്ങനെ വന്നു. ഇസ്കോണിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇസ്കോൺ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ കാണാറുണ്ട് ഹരേ കൃഷ്ണ. അവിടെ ലേഖമാതയുടെ പ്രസാദം ചോദിച്ചു ഒന്നുകൂടെ അടുത്ത് പോയി ദർശനം എടുത്തു. പാദം മുതൽ പലവരെ ദേശാദിപാദം കൊള്ളുന്നത് കേട്ടിട്ട് അത് വീടിനടുത്ത് അമ്പലത്തിലൊക്കെ വെക്കാറുണ്ട്. പാദം മുതൽ നാളെ വേറെ ഫെസ്റ്റിവൽ രാത്രി അതെയോ? നമ്മളിതുണ്ട് ഇവിടെ പാവന വലിയ ആളുകൾ പരിശ്രമം വന്നിട്ട് രാജ്കോട്ട് ഇതിന് പ്രൂപാതിൽ നമുക്കുള്ള പരമ്പര എന്തൊരു ചൈതന്യല്ലേ കാണാൻ. സാധാരണ നമ്മൾ കേരളത്തിൽ സാഹിത്യപരമാണ്. ഇവിടെ നമ്മൾ ഡെയിലി അലങ്കാരമുണ്ട്. അപ്പോൾ ഈ അലങ്കാരം കഴിഞ്ഞിട്ട് 7 മണിക്ക് ഒരു പൂജ, അത് കഴിഞ്ഞിട്ട് അതിന് ശൃംഗാര ആരതി എന്ന് പറഞ്ഞാൽ ഭഗവാന് തന്നെ കണ്ണാടി കാണിച്ചു തരും. നമ്മൾ നോക്കിയില്ലേ ശൃംഗാര ആരതി പറഞ്ഞു. 4 മണിക്കാണ് ആദ്യത്തെ. ഇത് കഴിഞ്ഞാൽ 5 മണിക്ക് അടയ്ക്കും. 5 മണിക്ക് അടച്ചു പിന്നെ 7 മണിക്കാണ് ദർശനം കഴിഞ്ഞ് ഭഗവാൻ അലങ്കരിച്ച് ഇതൊക്കെ ദർശനം. ആ ദർശനത്തിൽ ആദ്യത്തെ ആരതിയിൽ ശൃംഗാരാരതി, അത് ഇസ്കോണിൽ മാത്രം ചെയ്യുന്ന കണ്ണാടി കാണിക്കും. ആരംഭമായി നോക്കു പോകാൻ ഭഗവാനായാലും കണ്ട് ആസ്വദിക്കും. അതാണ് ഇവിടെ നമ്മൾ ഭക്ഷണങ്ങൾ രൂപത്തിലാണ്. ഭക്ഷണകാര്യത്തിൽ ഇത്രയും ക്ലോസ് റിലേഷൻഷിപ്പാണ് 10 വർഷമാണ് ഇവിടെ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റും പൂ തന്നെ. ഇത് ഡെയിലി ഭഗവാന് പൂ കെട്ടിട്ട് അവിടെ തീരും. അവരാണ് ഡെയിലി വന്ന് പൂക്കളുണ്ടാക്കുന്നത്. വെളിയുടെ മതം നോക്കാതെ കേട്ടുന്നുണ്ടല്ലോ, മതം നോക്കാതെ കേട്ടുന്നുണ്ടല്ലോ. അതന്നെ ഭയങ്കര ഒരു അല്ല, മതത്തിന്റെ വേലിക്കെട്ട് ഇല്ലാതെ. അതായത് നമ്മള് ഇപ്പം ഒരു പണി മുകളിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം രൂപമില്ല എന്ന് പറയുന്നത് സ്വഭാവം അല്ലേ, നിരാഹാരവും പാടില്ല. നമ്മൾ പറയുന്നത് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ കടയിൽ ഇതെല്ലാം അഭ്യസ്തരിയുന്നുണ്ട്. അപ്പോൾ അത് പകുതിയിൽ പറയുന്നത് നമ്മൾക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം എന്തെങ്കിലും ഇത് പിന്നീടൊരു ശക്തിയുണ്ട്. ശക്തി മാറ്റുന്നു ഭക്ഷണത്തിൽ മനസ്സിലായി.
അതിൻ്റെ അർത്ഥം ഒരു ശക്തിയാണ് അതിന് ശാസ്ത്രങ്ങൾ പറഞ്ഞു സത്യോടും ചമനീയ വിശേഷശോഭം ഗോവിന്ദൻ ആദിപുരുഷം തോമം ജനസഭയിൽ പറയുന്നു. അപ്പോൾ അതൊന്നാണ് ആ രൂപം. അപ്പോൾ പേഴ്സണൽ ഫോം ഉണ്ട്. ഭഗവാൻ സ്പെഷ്യലായിട്ട് നിങ്ങളത് വൈദ്യുതി പറയുന്നത് യാതൊരു ഭഗവാന്റെ കളർ ഏതാണ്? ബ്ലാക്ക്. ജലനാഥിന്റെ കളർ അതല്ല ജസ്നയ്ക്ക് ഈ രൂപം ഇപ്പൊ ഇവിടെ കണ്ടല്ലോ അടിമുടി. ഇത് തിരിച്ച് പോകുമ്പോൾ ഈ രൂപത്തെ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ചിട്ട് നോക്കാം. ഈ രൂപം കണ്ണടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പറ്റുന്നു. ചോദ്യം ചെയ്യും. കണ്ണന്റെ ഉള്ളിൽ കെട്ടിയിരിക്കുന്ന കളർ ഉള്ളിൽ കെട്ടിയിരിക്കുന്ന വസ്തുക്കളുടെ കളർ കെട്ടിരിക്കുന്നതോ നീ തുറന്നു നോക്കണ്ട, തുറക്കരുത്. മുകളിൽ ഇട്ടിരിക്കുന്നത് മുകളിൽ നോക്കട്ടെ. അപ്പൊ ഒന്നുകൂടെ നോക്കി, ഒന്നുകൂടെ നോക്കി. എന്റെ ഡ്രസ് ഇതാണ് നമ്മൾ ദർശനം എന്ന് പറഞ്ഞു. ദർശനം എന്ന് പറഞ്ഞു ഭഗവാന്റെ ഡ്രസ് ഇങ്ങനെ അലങ്കരിച്ച് മുകളിൽ തലപ്പാവം മൈൽപ്പേൽ വെച്ചിരിക്കുന്നു. അപ്പൊ ആ രൂപത്തെ നമ്മൾ കണ്ണടച്ച് അല്ലല്ല കണ്ണടച്ചിട്ട് പിന്നെ നമുക്ക് ആ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോഴേക്ക് ഒന്നുകൂടെ നോക്കിയോ? ഒന്നുകൂടെ നോക്കി. ഓറഞ്ച് തലപ്പാവ്, ഡ്രസ്, വയലറ്റും യെല്ലോയും കൂടി ഉടയാട അല്ലേ? വയലറ്റും യെല്ലോയും കൂടി. നാളെ വരുമ്പോൾ വേറെ ഡ്രസ്സാണ്. നാളെ ഞാൻ ഇവിടെ നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു. ഞാൻ ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനത്തെ ഒന്നും ഓർമ്മ ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ഞാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഫോട്ടോ സമർപ്പിക്കും. ഗുരുവായൂർ വെച്ചിരുന്ന പോലെ മഞ്ചാടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വാടി മുൻകാരി വാടി. ഇത് ഭയങ്കര ഒരു പോസിറ്റീവ് പോലെ തോന്നുന്നൊരു മഞ്ചാടി. എൻ്റെ വീട്ടിൽ മഞ്ചാടിമാരുണ്ട്. പക്ഷെ അതിന്ന് ഒരുപാട് മഞ്ചാടി കുട്ടിക്കാലത്ത് ഞാൻ പിറക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇങ്ങനെ എനിക്ക് തോന്നുന്നു. എന്തോ ഒരു ചൈതന്യം പോലെ. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഭഗവാന്റെ വ്യത്യസ്തം, ഓരോ ലീലകളിൽ വ്യത്യാസം. പണ്ട് ലീല പഠിക്കുന്ന കഴിയും. ഇവിടെ കശിക്കുന്ന ഭക്ഷണം ഇവിടെ പഠിക്കും. കുട്ടിക്കാലം പോലെ തമ്മിലൂടെ മാറ്റാം. ഇക്കാലത്ത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പേര് എന്നെ വീട്ടിൽ ഏത് വയസ്സിലാണ്
എൻ്റെ 17ാമത്തെ വയസ്സിലാണ് കണ്ണനോട് ഇഷ്ടം തോന്നിയത്. 33 വയസ്സ്. എന്നെ 5 വയസ്സ് പ്രായം തൊട്ടിട്ട് വീട്ടിൽ കണ്ണാന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരും കളിയാക്കിയിട്ട് വിളിക്കുന്നതാണ്. ഞാൻ കണ്ണനെ കണ്ടതും പോലും ഇല്ല. കണ്ണനെ കാണുന്നത് 17ാമത്തെ വയസ്സിലാണ്. അതുവരെ നമുക്ക് ടി വിയിലൊക്കെ ഈ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പം ഈ ചെണ്ടകൊട്ടും ശംഖുവിളിനാഥൊക്കെ കേൾക്കുമല്ലോ. ആ സമയത്ത് തന്നെ ടി വി നമുക്ക് ഒന്നെങ്കിലും മ്യൂട്ടാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ ഓഫാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ ചാനൽ മാറ്റിക്കൊള്ളണം. അത് ആ വീട്ടിൽ ടി വി കാണാനുള്ള നമ്മുടെ. അപ്പോൾ എന്നെ കണ്ണാന്ന് വിളിക്കുമ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് പ്രൗഡോടുകൂടെ പറയൂ എന്നെ വീട്ടിൽ കണ്ണാന്നാണ് വിളിക്കൽ. ഇപ്പോഴും എൻ്റെ സിസ്റ്ററൊക്കെ എന്നെ വിളിക്കുക കണ്ണാന്നാണ്. അവൾ വാ തുറന്നാൽ എന്നെ പേര് വിളിച്ചത് ഞാൻ കേൾക്കാറില്ല, കണ്ണാന്നാ വിളിക്കുക. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഭഗവാൻ ഇത്രയും പ്രശ്നങ്ങള് കൊടുക്കുമ്പോഴാണ് ഭഗവാൻ അല്ല, ഞാനൊരു തെറ്റും ചെയ്യാതെ കാര്യമാക്കുന്നത് അതുകൊണ്ടാണ്. പാണ്ഡവന്റെ കഥ അറിയാം. പാണ്ഡവന്റെ നമ്മൾ വിചാരിക്കുന്നത് ഒന്നും കേൾപ്പിക്കുക നമ്മൾ ജന്മം എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് അതിന് ശേഷം സ്ഥിതി കൊടുക്കുന്നത് ഒരാളെ ഈ ഭൗതിക ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സംഭവം മുഴുവൻ കണ്ണന്റെ പേരിൽ അത് കല്ലടി. ഭഗവാൻ കാരണം നമ്മളെപ്പോഴും നമ്മളെ ബാക്കിലേക്ക് ചില അസുഖങ്ങൾ പറഞ്ഞത് നമ്മുടെ വീടുകൾ കണ്ണനെയും ബലരാമനെയും കണ്ട വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. കഴിഞ്ഞിട്ടില്ല. പാർട്ട് 2 വെയിറ്റ് ചെയ്യൂ.